അത് ഇസ്ലാമിക് ഫണ്ടമെൻ്റലിസം, മത തീവ്രവാദം കൊണ്ട് നശിച്ച ഒരു രാജ്യം. ആ രാജ്യം തന്നെ വരാൻ പോകുന്ന 2-3 മാസങ്ങളിൽ 3 പാർട്ടായിട്ട് പിളരാൻ പോകുന്ന രാജ്യം, ഒരു സമാധാനമില്ലാത്ത രാജ്യം, മത തീവ്രത കൊണ്ട് മാത്രം നശിച്ച ഒരു രാജ്യം. ഈ രാജ്യം ഞാൻ പറയുകയാണ്, ഇന്ത്യ എന്ന് പോയത് അത്രയും നന്നായി. കാരണം അവരുടെ മുസ്ലിം സംഭവമാണെന്നും പറഞ്ഞുകൊണ്ട് പോയത് അന്നേ നന്നായി. അല്ലാതെ ഇതിനെ മുഴുവൻ നമ്മൾ ചുമക്കേണ്ട ഗതികേടിലുണ്ട്. കാരണം ഇന്ന് മിനി പാകിസ്ഥാനെ ചുമന്ന് കേരളം ഒരു പരുവത്തിലായി. അപ്പോൾ ഈ പാകിസ്ഥാനെ കൂടെ ചുമക്കുവാണെങ്കിൽ എന്ത് സ്ഥിതിയായിരുന്നു ഇന്ത്യയുടെ? അപ്പോൾ ഇത് പോയതേ നന്നായി. അപ്പോൾ ആ രാജ്യമെന്ന് പറയുന്നത് ഇന്ത്യൻ എക്കോണമിയുമായിട്ടും ഇന്ത്യയോട് വെല്ലുവിളിക്കുകയാണ്. അപ്പം അത്രമാത്രം ബോധമില്ലാത്ത അഴിമതി കേസിൽ അകത്ത് കിടന്ന അവിടുത്തെ പ്രധാനമന്ത്രി ഇത് പറയുമ്പോൾ ഇന്ത്യ പൂർണ്ണമായിട്ട് ഇത് ഇഗ്നോർ ചെയ്തു. കാരണം ഒരിക്കലും നടക്കാത്തൊരു സ്വപ്നം എന്ന് പറയുന്ന പോലെ ഒരു കാരണവശാലും നടക്കില്ല, എവിടെയും നടക്കില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് അതായത് ഇന്ത്യയുടെ ഹ്യൂമൻ റൈറ്റ്സ്, യുണൈറ്റഡ് നേഷൻ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ജനീവയിൽ ഇന്ത്യയുടെ എൻവോയ് നടത്തിയൊരു പ്രസ്താവന നിങ്ങൾ കേൾക്കണം. അദ്ദേഹം എന്താ പറഞ്ഞത്? ഫോറിൻ എയ്ഡ്, അമേരിക്കയും ചൈനയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും ചില അറേബ്യൻ രാജ്യങ്ങളും കൊടുക്കുന്ന ഫോറിൻ എയ്ഡിൽ ജീവിക്കുന്ന ഒരു രാജ്യമാണ് ഈ പാകിസ്ഥാൻ. അത് നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്ര അവരുടെ എയ്ഡ്, ഹ്യൂജ് എയ്ഡാണ്. അതേപോലെ വേൾഡ് ബാങ്ക്, IMF, ഏഷ്യ ഡെവലപ്മെൻറ്റ് ബാങ്ക്, ഇവരെല്ലാം അവരെ സഹായിച്ചില്ലെങ്കിൽ നാളെ അവിടെ കഞ്ഞുകൂടി മുട്ടും.